പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, PMK എജ്യുമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പനീസ്. പലതരത്തിലുള്ള കമ്പനികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പനിയുടെ ഡെഫിനിഷനും അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഇവയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് കമ്പനീസ്. ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളാണ് ഉള്ളത്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി. പ്രധാനമായും ഈ 3 തരത്തിലുള്ള കമ്പനികളാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവയെ ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്ന് നമുക്ക് നോക്കാം. എ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒന്ന്, റെസ്ട്രിക്റ്റ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ മറ്റൊരു വ്യക്തികളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200 ആസ് പെർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അംഗങ്ങളുടെ എണ്ണം പരമാവധി 200 വരെ ആകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 200 പേരിൽ കൂടുതൽ ആളുകൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം 200 എന്ത് ചെയ്തിട്ടുണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്തത്, പ്രൊഹിബിറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി പൊതുജനങ്ങളിലേക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ അനുവദിക്കില്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാരണഗതിയിൽ പബ്ലിക് കമ്പനിയൊക്കെ അവരുടെ ഷെയറുകൾ പൊതുജനങ്ങളിലേക്ക് നൽകും, ഡിബഞ്ചറുകളും നൽകും. പക്ഷേ പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയറുകളോ ഡിബഞ്ചറുകളോ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ പൊതുജനങ്ങളിലേക്ക് നൽകാൻ പറ്റില്ല. ഇതിനടുത്തതാണ്, പുട്സ് ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ടു ബി ₹1 lakh. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയായിരിക്കും? ₹1 lakh. അവരുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ആണ്. ഇനി അതുപോലെ ശ്രദ്ധിക്കുക, എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി ഫോംഡ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് 2 persons. ഒരു പ്രൈവറ്റ് കമ്പനി രൂപീകരിക്കാൻ മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി രൂപീകരിക്കാം. കമ്പനി മസ്റ്റ് ആഡ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ PLTD ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് നെയിം. ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ PLTD അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ചേർത്തിരിക്കണം. ഈ 3 രീതിയിലാവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ പേരിൻ്റെ അവസാനം എഴുതി ചേർത്തിരിക്കണം. കാരണം അതൊരു പബ്ലിക് കമ്പനിയാണോ പ്രൈവറ്റ് കമ്പനിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേരിൻ്റെ കൂടെ ഇങ്ങനെ എഴുതി ചേർക്കാൻ പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ച് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്ന് പഠിച്ചു. തീർത്തും സ്വകാര്യ വ്യക്തികൾ കൈവശം വെക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനികളെയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുക. അവരുടെ ഷെയറുകളൊന്നും തന്നെ പൊതുജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റില്ല. പരമാവധി ആളുകളുടെ എണ്ണം 200 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പൊതുജനങ്ങളിലേക്ക് അവരുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻവിറ്റേഷൻ ഇറക്കാൻ പറ്റില്ല. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ
മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 lakh ആയിരിക്കണം. ഇത് രൂപീകരിക്കണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? 2 പേരെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൈവറ്റ് കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തിലേക്ക് പോകാം എന്നറിയോ? പബ്ലിക് കമ്പനിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എ പബ്ലിക് കമ്പനി ഈസ് വൺ വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനിയാണെന്ന് പറയുന്നത് പബ്ലിക് കമ്പനി എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയെ നമുക്ക് എന്ത് പറയാം? പബ്ലിക് കമ്പനി എന്ന് പറയാം. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത്? ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നേരത്തെ നമ്മൾ പ്രൈവറ്റ് കമ്പനി പറഞ്ഞതുപോലെ പബ്ലിക് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പുട്സ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു ട്രാൻസ്ഫർ ദെയർ ഷെയർ. അതായത് ഇവിടെ ഒരു പബ്ലിക് കമ്പനിയിൽ മെമ്പേഴ്സിൻ്റെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. കാരണം മെമ്പേഴ്സിന് അവർക്ക് ഇഷ്ടം പോലെ അവരുടെ ഷെയറുകൾ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും അവർക്ക് കൊടുക്കാം. ഡു നോട്ട് ലിമിറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. പിന്നെ പരമാവധി ആളുകളുടെ എണ്ണം 200 എന്ന് നിജപ്പെടുത്തിയിട്ടില്ല. ആളുകളുടെ എണ്ണം എത്ര വേണമെങ്കിലും ആവാം. ഒരു പബ്ലിക് കമ്പനിയിലേക്ക് എത്ര ആളുകളെ വേണമെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം, ഷെയറുകൾ ക്ഷണിക്കുകയും ചെയ്യാം. ഇറ്റ് ഈസ് ഫ്രീ ടു മേക്ക് ആൻ ഇൻവിറ്റേഷൻ ടു ദ ജനറൽ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവിറ്റേഷൻ ഇറക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. കാരണം പൊതുജനങ്ങളിലേക്ക് നമുക്ക് ഷെയറോ ഡിബഞ്ചറുകളോ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ സാധിക്കും. അതിൽ തടസ്സങ്ങളൊന്നും ഇല്ല. പുട്സ് ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ടു ബി ₹5 lakhs. ഇവിടെ ഒരു പബ്ലിക് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 5 lakhs ആണ്, 5 ലക്ഷമാണ്. അതുപോലെ മിനിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു സ്റ്റാർട്ട് എ പബ്ലിക് കമ്പനി ഈസ് 7. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, പബ്ലിക് കമ്പനി തുടങ്ങണമെങ്കിൽ എത്ര പേര് മിനിമം വേണം? 7 പേരെങ്കിലും വേണം. 7 ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ 2 ആയിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക 7 പേരാണ്. എ പബ്ലിക് കമ്പനി മസ്റ്റ് ആഡ് ദ വേർഡ് ലിമിറ്റഡ് ഓർ LTD ഇറ്റ്സ് നെയിം. അതായത് ഇനി ഒരു പബ്ലിക് കമ്പനി അവരുടെ പേരിൻ്റെ അവസാനം എങ്ങനെ ചേർത്തിരിക്കണം? ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ LTD എന്നോ ചേർത്തിരിക്കണം. കാരണം ഇവിടെ നമുക്ക് പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്നാണ് അല്ലെങ്കിൽ LTD എന്നാണ് മനസ്സിലാക്കാം. അതെന്ത് കമ്പനി ആയിരിക്കുമെന്ന്? ഒരു പബ്ലിക് കമ്പനിയാണെന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ നിരവധി പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ബജാജ് ഓട്ടോ ലിമിറ്റഡ്, ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ്, ഇതൊക്കെ പബ്ലിക് കമ്പനിക്ക് ഉദാഹരണങ്ങളാണ്. ദെൻ ലാസ്റ്റ് വൺ, നമുക്ക് മൂന്നാമത്തതാണ് വൺ പേഴ്സൺ കമ്പനി. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് OPC എന്നാണ് പറയട്ടോ, വൺ പേഴ്സൺ കമ്പനി. ഇത് 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം വന്ന ഒരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻ OPC മീൻസ് എ കമ്പനി വിത്ത് ഓൺലി വൺ പേഴ്സൺ ആസ് ഇറ്റ്സ് മെമ്പർ. അതായത് ഒരു വ്യക്തിക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ മുമ്പായിരുന്നെങ്കിൽ ഒരു വ്യക്തിക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അങ്ങനെ ഒരു ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് 2013 കമ്പനീസിൽ അവരുടെ അമെൻമെൻറ്റ് ചെയ്ത ആക്ട് പ്രകാരം അവർ പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് നിയമവശങ്ങളുണ്ട്. അപ്പോൾ ആ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 3(1) ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013, 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ 3(1) ആ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓൺലി എ നാച്ചുറൽ പേഴ്സൺ ഹൂ ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഷാൾ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് OPC. ഒരു വൺ പേഴ്സൺ കമ്പനി തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഒരു നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. അതുമാത്രമല്ല ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ റെസിഡൻറ്റ് ആയിരിക്കണം.
ഇപ്പോൾ ഈ 3 കണ്ടീഷനാണ് പറയുന്നത്. നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു OPC സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കൂ, നോ പേഴ്സൺ ഷാൾ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് മോർ ദാൻ 1 OPC. ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ കമ്പനികൾ എന്ത് ചെയ്യാൻ പറ്റില്ല? രൂപീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് 2 3 OPC 1 പേഴ്സൺ കമ്പനി തുടങ്ങാൻ പറ്റില്ല. എനിക്ക് ഒരു OPC മാത്രമേ 1 പേഴ്സൺ കമ്പനി മാത്രമേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. OPC to compulsory convert itself into public or private company when its capital exceeds 50 lakh or its average annual turnover during year exceeds 2 crore. ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു OPC അതായത് 1 പേഴ്സൺ കമ്പനി ചില ഘട്ടങ്ങളിൽ കമ്പൽസറി ആയിട്ട് അത് പബ്ലിക്കായിട്ടോ പ്രൈവറ്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു 1 പേഴ്സൺ കമ്പനി നിർബന്ധമായും പബ്ലിക്കായോ പ്രൈവറ്റായോ കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നത്? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു 1 പേഴ്സൺ കമ്പനിയെ ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് കമ്പനിയായിട്ടോ അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയായിട്ടോ കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? 1 പേഴ്സൺ കമ്പനി കൺവേർട്ട് ചെയ്തിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കൂടെ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് എ കമ്പനി വെൻ ഇറ്റ്സ് ക്യാപിറ്റൽ എക്സീഡ് 50 lakhs. അതായത് ഒരു 1 പേഴ്സൺ കമ്പനിയുടെ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടുതലാവുകയാണെങ്കിൽ, 50 ലക്ഷത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിനെ നിർബന്ധമായും എന്തിലേക്ക് മാറ്റണം? പബ്ലിക്കായോ പ്രൈവറ്റായിട്ടോ മാറ്റണം. അല്ലെങ്കിൽ ഇറ്റ്സ് ആവറേജ് ആനുവൽ ടേൺ ഓവർ ഡ്യൂറിങ് ഇയർ എക്സീഡ്സ് 2 crore. ഒരു കമ്പനിയുടെ ആവറേജ് ആനുവൽ ടേൺ ഓവർ ഒരു വർഷത്തിൽ 2 കോടിയിൽ കൂടുതലാവുകയാണെങ്കിൽ ആ സമയത്തും അവരെന്ത് ചെയ്യണം? അതിനെ പ്രൈവറ്റ് കമ്പനിയായോ പബ്ലിക് കമ്പനിയായോ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ സാഹചര്യം അവരുടെ ക്യാപിറ്റൽ 50 lakhsൽ കൂടിക്കഴിഞ്ഞാലാണ്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആവറേജ് ആനുവൽ ടേൺ ഓവർ ഒരു വർഷത്തിൽ 2 കോടിയിൽ കൂടുതലാവുമ്പോഴാണ്. അപ്പോൾ ഈ 2 സാഹചര്യത്തിലും ആ കമ്പനി മസ്റ്റായിട്ട് ഒരു പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. ഇനി ഈ 1 പേഴ്സൺ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് സാധാരണഗതിയിൽ ഒരു 1 പേഴ്സൺ കമ്പനി തുടങ്ങുമ്പോൾ ആ വ്യക്തി ആരാണോ തുടങ്ങുന്നത് അദ്ദേഹം നിർബന്ധമായും ഒരു നോമിനിയെ സജസ്റ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വ്യക്തി തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ പല ആളുകൾക്കും റൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ റൈറ്റ്സ് ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ നിർബന്ധമായും ഒരു നോമിനിയെ സെറ്റ് ചെയ്ത് വെക്കണം. ദെൻ ആ നോമിനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അയാളുടെ ഡെസിഷനാണ്. അപ്പോൾ നോമിനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് നിർത്താം. ഇനി മുന്നോട്ട് കൊണ്ടുപോകണം തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാ റൈറ്റ്സും നോമിനിയിലായിരിക്കണം. ഇനി മറ്റൊരു ഇതിൻ്റെ ഒരു ദോഷഫലം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു 1 പേഴ്സൺ കമ്പനി തുടങ്ങി, അപ്പോൾ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ നഷ്ടം നികത്തുന്നതിന് വേണ്ടി നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉപയോഗിക്കും. അത് നിയമത്തിലുള്ളതാണ്. കാരണം കമ്പനിയുടെ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി തുടങ്ങിയ വ്യക്തിയുടെ പേഴ്സണൽ പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യും? വിനിയോഗിക്കും. അപ്പോൾ അത് ഈ 1 പേഴ്സൺ കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയും കമ്പനികളെ കുറിച്ചാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. 3 കമ്പനികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, അതുപോലെ തന്നെ 1 പേഴ്സൺ കമ്പനി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.